ഒരു 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾ, അത് ഹലാലായിട്ടുള്ള കേക്കാണ്, ഒരിക്കലും വാങ്ങരുത്, തുപ്പിയും തൂറിയുമാണ് അത് നൽകുന്നത് എന്ന് ഒരു പള്ളിയിൽ അച്ഛനാണെന്ന രീതിയിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നതും അത് റിയാക്ട് ചെയ്യുന്നതും. പക്ഷെ ഇപ്പൊ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന ഒരു ഇടവകയിലെ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലാണ് ആ വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പള്ളിയിൽ അച്ഛനെ ഒരു സഹോദരൻ വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്, അതൊന്ന് കേൾക്കണം കേട്ടോ. അച്ഛനെ കേൾക്കുമ്പോൾ കാര്യം അച്ഛനെ പറഞ്ഞതാണോ ഒരുപാട് അയ്യോ അച്ഛൻ എന്റെ ഒരു കാര്യമാണ്. ഞാൻ കോഴിക്കോട് ചോദിക്കുകയാണ്, ഞാൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഈ മെസ്സേജ് ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛനാണ് അച്ഛനോട് സംസാരിക്കുന്നത് അറിയില്ല. അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ 10 കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, ഈ ഇടവകയിലെ ഈ പള്ളിയിലച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന രീതിയിലാണ് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിക്കും അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു മനോവിഷമം ഉണ്ടാവും എന്നുള്ള ഒരു ബോധമില്ല അല്ലെ? ഈ ഭക്ഷണത്തിന്റെ മുകളിൽ പോലും ഇത്തരത്തില് മതവും ജാതിയും കുത്തിക്കയറ്റുന്ന ഈ ഒരു മനോഭാവം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും, ഒരു സംശയം വേണ്ട. കാരണം ഇത്രയും നാളില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതിന്റെ പിന്നിൽ തീവ്ര മനോഭാവമുള്ള ആളുകൾ തന്നെയാണ്. ഇത് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി സംഘപരിവാറിന്റെ പരിപാടിയാണോന്ന് നമുക്കറിയില്ല. അങ്ങനെയും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന പല കാര്യങ്ങളും പല നുണകളും ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം അവർ പുറത്തു വിടുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വോയിസുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ കരീം എന്ന് പറയുന്ന ഒരു വ്യക്തി കുവൈത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന പള്ളി ഇടവകയിലുള്ള അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ എന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അങ്ങനെയല്ല. അതിൽ കൃത്യമായിട്ട് ഇന്ന ആള് എന്നല്ല പറയുന്നത്, ഇങ്ങനെയാണ് ക്രിസ്ത്യൻസ് ഒരിക്കലും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് വാങ്ങരുത്, അവർ തുപ്പിയും തൂറിയുമാണ് അത് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടോട് കൂടിയിട്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്കത് റിയാക്ട് ചെയ്യാൻ കൂടുതലായിട്ട് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്തെന്ന് വരില്ല. ഈ അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവൻ കേൾക്കണം കേട്ടോ. ഇല്ല അയ്യോ, എന്നാ പിന്നെ അച്ഛന്റെ പേരെന്താ? കാഞ്ഞിരപ്പള്ളി രൂപതയില് മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പറയോ? അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും. ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു പോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവര് ഹലാലായിട്ട് പറഞ്ഞിട്ട് കുട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ വാങ്ങാൻ പാടില്ല, നമ്മളെ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്നൊരു ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. വിട്ടുതരോ? ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളും സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന അച്ഛൻ അങ്ങനെ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന ആ ഒരു സംഭവം എന്താണെന്ന് എനിക്കൊന്ന് അയച്ചു തരുമോ? അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു വോയിസ് സന്ദേശം എല്ലാ ഇടങ്ങളിലേക്ക് എത്തുന്നു. ഇതിപ്പോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്ത ഒരുപാട് ചിലപ്പോ ഈ ഒരു മനോഭാവമുള്ള ക്രിസ്ത്യൻസ് ചിലപ്പോ അറിയാണ്ടെങ്കിലും മുസ്ലിങ്ങളെ വെറുക്കില്ലേ? ഇത് തന്നെയല്ല അവർ ലക്ഷ്യമാക്കുന്നത്. ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മനഃപൂർവ്വം അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന നുണപ്രചരണങ്ങളാണ്. ഹലാലായ ഭക്ഷണം ഇനി ഞാൻ പറയുന്നില്ല എന്താണെന്ന്, എല്ലാവർക്കും മനസ്സിലായതാണ്. പല നാറികളും പറയുന്ന വൃത്തികേടുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളും ജീവിച്ചു പോകും. ഇവിടെ ഈ അച്ഛൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പള്ളി ഇടവകയിലെ പള്ളിയിൽ അച്ഛൻ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം തുറന്നു പറയുന്നു.
ഒരു കേക്കിൽ ആരെങ്കിലും തുപ്പിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുമോ? നിങ്ങൾ ആദ്യം അത് ചിന്തിക്കുക. വെറുതെ നുണകൾ പറയല്ലേ. അച്ഛൻ പറയുന്നുണ്ട്, മുഴുവനായിട്ടൊന്ന് കേൾക്കാം. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞുതരാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരോ പറഞ്ഞിരിക്കുന്നുണ്ട്, അച്ഛന്റെ ഇടവകയിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം. സത്യത്തിൽ എഴുതിയ എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം അത് ഞാന് നമ്മളെന്നല്ല അച്ഛോ, ഇതിപ്പോ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു 10 ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പർദ്ദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അച്ഛൻ നേരത്തെ വിളിക്കുന്നത്. അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഒരിക്കലും പറയില്ല. വേറെ ആരും അച്ഛന് 10 മണിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിലൊക്കെ കേൾക്കണേ. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയണേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഒന്നുമില്ല. എല്ലാരും അതിപ്പോ അച്ഛനായാലും ഞാനായാലും എല്ലാരും ഒരേ രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല. അച്ഛനോട് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് അത് ചോദിക്കുന്ന ആള് തന്നെ സംസാരിച്ചുകൊണ്ടില്ല. അച്ഛന് സംസാരിക്കാൻ വളരെ കുറച്ച് ശബ്ദമേ കൊടുക്കുന്നുള്ളൂ, സമയമേ കൊടുക്കുന്നുള്ളൂ. എന്തായാലും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആ കാഞ്ഞിരപ്പള്ളിയിലുള്ള ആ പള്ളിയിൽ അച്ഛനായിട്ടുള്ള മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ കെട്ടിച്ചമച്ചതും മറ്റുള്ള ആളുകൾ ഇന്ന ആൾ പറഞ്ഞതാണെന്ന രീതിയിൽ പല രീതികളിലൂടെ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ തമ്മിൽ പൊതുവെ ചില രാഷ്ട്രീയ സംഘടനകൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇത്തരം വോയിസുകൾക്കുള്ളത്. ദയവ് ചെയ്ത് ഇവിടെയുള്ള ഭക്ഷണത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മതം കലർത്തരുത്. എല്ലാത്തിലും കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലും കൂടി കലർത്തിയിട്ട് ഈ ഒരു രാജ്യം ഇല്ലാണ്ടാക്കരുത്. കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പണ്ട് കേട്ടിരുന്നില്ല. ഇതൊക്കെ ഈ ഇടയാണ് കേട്ടു തുടങ്ങിയത്. ഇതൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് നല്ല സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ബോധം എല്ലാവർക്കും വേണ്ടേ? അല്ലാതെ ഹിന്ദുവിന്റെ ശരീരത്തിൽ ചുവന്ന രക്തം, അല്ലെങ്കിൽ മുസ്ലിമിന്റെ പച്ച, അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ നീല, അങ്ങനെയാണോ ശരീരത്തിൽ രക്തം ഒഴുകുന്നത്? അല്ലല്ലോ. എല്ലാവരുടെ ശരീരത്തിലൂടെ ഒരേ നിറത്തിലുള്ള രക്തം തന്നെയാണ് ഒഴുകുന്നത്. എല്ലാ മനുഷ്യന്റെ DNA-യിലൊക്കെ ഒരുപാട് കണക്ഷൻസും ഉണ്ട്. അപ്പൊ ഇതൊന്നും ഡിഫറെന്റ് അല്ല. എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്, എല്ലാവരും നമ്മുടേതാണ്, എല്ലാവരും നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എല്ലാവർക്കും തരുന്നത് ചിലപ്പോൾ പനിക്ക് പാരസെറ്റമോൾ എന്നൊരൊറ്റ മരുന്ന് തന്നെയാണ്. ഓരോ മതത്തിനും വ്യത്യസ്തമായിട്ട് വേർതിരിച്ചുകൊണ്ട് മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇത്തരം നുണകള് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ദയവ് ചെയ്ത് പരമാവധി ഷെയർ ചെയ്യുക. ഇവിടെ ഭക്ഷണത്തിൽ മതം കലർത്തുന്ന ഈ തെമ്മാടിത്തരം, ഈ ഊളത്തരം അത് അവസാനിപ്പിക്കേണ്ടത് ഈ വൃത്തികെട്ട നികൃഷ്ടജീവികൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കടമ എന്താണ്? ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊരു നുണപ്രചരണമായിരുന്നു. ഒരിക്കലും ആളുകൾ ഇത് വിശ്വസിക്കരുത് എന്നുള്ളത്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.